നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പ് കഴിഞ്ഞാൽ ഇത് നടക്കും. അതാണിപ്പോൾ ബ്രസീലിയൻ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറ്റലിക്കാരനായ ജേർണലിസ്റ്റ് ഫബ്രീസിയോ റൊമാനോയും ഇത് പറയുന്നുണ്ട്. ഇന്റർ മയാമിയിലേക്ക് ബ്രസീലിൻ്റെ ക്യാപ്റ്റൻ എത്തുന്നു, കാസമിറോ. യെസ്, കാസമിറോക്ക് മറ്റ് ക്ലബ്ബുകളിൽ നിന്ന് ഓഫർ ഉണ്ട്, പക്ഷേ അദ്ദേഹത്തിന് അതൊന്നും വേണ്ട, മയാമിയിൽ മാത്രം പോയാൽ മതി എന്നാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് വരുന്നതാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേംഡ് ആയിരിക്കുന്നു എന്ന് ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഒപ്പം ഫബ്രീസിയോ റൊമാനോയുടെ റിപ്പോർട്ട് ഇങ്ങനെയാണ്: ഇന്റർ മയാമി ഹാവ് ബീൻ അറ്റ് ഫൈനൽ സ്റ്റേജസ് ഓഫ് ഡീൽ ടു സൈൻ കാസമിറോ. അപ്പം കുറച്ച് മാസങ്ങളായിട്ട് തന്നെ ഇതിൻ്റെ പുറകിലുണ്ട്. മാർച്ച് മാസം മുതൽ ഏതാണ്ട് ഈ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതാണ്. അതിപ്പോൾ അവസാന സ്റ്റേജസിലാണ്. കാസമിറോ വാണ്ട്സ് മയാമി ആസ് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. അധികം വൈകാതെ സൈൻ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദി ബ്രസീലിയൻ വാണ്ടഡ് ടു ഫിനിഷ് സീസൺ അറ്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ദെൻ സൈൻ വിത്ത് ഇന്റർ മയാമി. യുണൈറ്റഡിൽ ഒറ്റ കളി കൂടിയാണ് കളിക്കാനുള്ളത്, അത് കളിക്കുന്നു, കഴിയുന്നു, മയാമിയുമായിട്ട് സൈൻ ചെയ്യുന്നു, പിന്നെ അങ്ങ് അവിടെ കൂടുന്നു. അതാണ് നടക്കാൻ പോകുന്നത്. ബ്രസീൽ ദേശീയ ടീമിനോടൊപ്പം അദ്ദേഹം USA എത്തും, വേൾഡ് കപ്പ് കളിക്കും. വേൾഡ് കപ്പ് കഴിഞ്ഞാൽ അദ്ദേഹം മയാമിയിൽ തുടരും എന്നാണ് കരുതുന്നത്. ഏതായാലും ഇന്റർ മയാമിയെ സംബന്ധിച്ചിടത്തോളം മധ്യനിരക്ക് കരുത്ത് പകരാൻ കാസമിറോയുടെ വരവിലൂടെ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. റയൽ മാഡ്രിഡിലാണ് ശരിക്കും ഒരു ലെജൻഡറി സ്റ്റാറ്റസിലേക്ക് കാസമിറോ വളരുന്നത്. സാവോ പോളോയിലൂടെ പന്ത് തട്ടി വളർന്നയാളാണ്. റയലിലൂടെയാണ് ലെജൻഡായിട്ട് മാറുന്നത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് 2022 ഇപ്പോൾ മാഞ്ചസ്റ്ററിൽ മികച്ച പ്രകടനം നടത്തുമ്പോൾ ആരാധകരിങ്ങനെ ചാൻറ്റ് ചെയ്ത് നിങ്ങൾ കേട്ടിട്ടില്ലേ? 1 more year കാസമിറോ, 1 more year. പക്ഷെ അത് അദ്ദേഹം എടുക്കുന്നില്ല. അങ്ങനെ ഒരു അപേക്ഷ അദ്ദേഹം എടുക്കുന്നില്ല. മറിച്ച് അദ്ദേഹത്തിന് അങ്ങ് മയാമിയിൽ പോകണം, മെസ്സിക്കൊപ്പം കളിക്കണം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.